ഹലോ ഗൈസ്, ജി ടി എഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരിക്കൽ നമ്മുടെ ജി ടി എഫിൻ്റെ അടുത്ത വീഡിയോയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നൊരിക്കൽ നമ്മുടെ കാറ് മോഷ്ടിക്കാൻ അങ്ങനത്തെ ഒരു അല്ലറ ചില്ലറ പരിപാടിയായിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വണ്ടി വെച്ച് ഓഫ് റോഡ് ചെയ്യാൻ പോവാണ്. വേറെ ഒരു വണ്ടിയല്ല, നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ടൂറിസ്റ്റ് ബസ്സായിട്ടുള്ള നമ്മുടെ കൊമ്പം ബസ്സാണ് കേട്ടോ. കൊമ്പം ദാവൂദ് ബസ്സാണ് നമ്മളിന്ന് എടുക്കാൻ പോണത്. അപ്പോൾ ആ ബസ് ഓഫ് റോഡ് ചെയ്യാനാണ് പോണേ. അപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ ഓണർ പറഞ്ഞത് എന്തോ പ്ലെയിൻ എയർപോർട്ട് എന്ന് പറഞ്ഞത്, സാധാരണ നമ്മുടെ ഇൻ്റർനാഷണൽ അല്ല, വേറെ ഏതോ സിമ്പിളായിട്ടുള്ള പ്ലെയിനില്ലേ, സ്മോൾ, ഇതാണെന്ന് തോന്നുന്നു. അതിൻ്റെ അടുത്തുള്ള ഷോറൂമാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടുത്തുള്ള ഇങ്ങനത്തെ ഒരു ഷോറൂമാണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് നമ്മുടെ കൊമ്പം ബസ്സിന് എടുക്കാൻ പോകാം ഗൈസ്. കൊമ്പം ബസ്സിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. നമ്മുടെ കിങ്ങാണ് കൊമ്പം ബസ്. ഈ വഴിയാണ് കാട്ടണത് കേട്ടോ. നമ്മൾ ആ ഡയറക്ഷനിലേക്ക് പോകണം, സിറ്റിയിലേക്കല്ല പോകണം. കാരണം സിറ്റീൻ്റെ അവിടെയായിട്ട് ഓഫ് റോഡ് എന്ന് പറയാൻ ഒന്നുമില്ല. സിറ്റി എന്ന് പറയുമ്പോൾ ഓഫ് റോഡ് ഇല്ലല്ലോ. നമ്മൾ ഈ ഡയറക്ഷനിലേക്ക് പോകണം. ഇതെന്ന് പറയുമ്പോൾ മറ്റേ ട്രവറിൻ്റെ പഴയ വീടില്ല, ആ ഡയറക്ഷനൊക്കെ ആയിട്ട് വരും കേട്ടോ. ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് വണ്ടി വിൽക്കണം. നമ്മൾ കൊമ്പം ബസ് വെച്ചിട്ടാണ് ഓഫ് റോഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ഏതോ ഷോറൂമിൽ നിന്ന് അവർ പറഞ്ഞിട്ട് ഞാൻ മാപ്പിൽ മാർക്ക് ചെയ്താണ് കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ വണ്ടി എടുത്തിട്ട് നമുക്ക് ഓഫ് റോഡിൻ്റെ ലൊക്കേഷനിലേക്ക് പോകട്ടെ. ഈ വഴി കാട്ടണം. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഷോറൂമൊക്കെ ഉണ്ട്. ഞാൻ ഇവിടേക്ക് ഒരു വട്ടം വന്നിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു സബ്മിഷൻ്റെ കാര്യത്തിനാണെന്നോ എന്തിനും ഇവിടേക്ക് ഞാൻ വന്നിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടി ദൂരം ഉണ്ട് കേട്ടോ. ഇവിടെ വരെ വന്നിട്ടുള്ളൂ. നമ്മൾ ഈ ഒരു ഏരിയയിലായിട്ടാണ്, ഇവിടെ അടുത്തായിട്ടാണ് കാട്ടണത് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഇപ്പോൾ ഉള്ള ഫ്രാങ്ക്ലിൻ്റെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. അപ്പോൾ ഈ ഷോറൂമിൻ്റെ അടുത്തായിട്ട് വല്ല പെട്രോൾ പമ്പ് അങ്ങനെയുള്ള സ്ഥലം ഉണ്ടാവും തോന്നുന്നു. ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇവിടെ പറ്റില്ല കേട്ടോ. നമുക്ക് വല്ല സ്ഥലം തപ്പട്ടെ. അവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നില്ല. ഇനി ഇവിടെ വണ്ടി ഇട്ടാലേ പണി കിട്ടും. ആൾക്കാർ ഇവിടെ സൈക്കിൾ റൈഡിങ്ങിനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇത് പാർക്കിംഗ് സെൻറ്റർ അല്ല, ഇവിടെ എന്തോ കാണുന്നുണ്ട്, കഫേ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇതാണ് പാർക്കിംഗ് സെൻറ്റർ ഗൈസ്. നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്ത് ആരും എടുക്കില്ല എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ നൈസായിട്ടൊന്ന് പാർക്ക് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ കാർ അവിടെ ഇട്ടുപോയ സീനാണ്. നമ്മുടെ ബസ് ഈ ഷോറൂമിലാണ് കേട്ടോ. നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അവിടെ വണ്ടി ഇട്ടിട്ട് നമുക്ക് നടക്കാം. വണ്ടി അവിടെ ഇട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ നടന്നുകൊണ്ട് നിൽക്കാം കേട്ടോ. ഇവിടെ ഈ ഷോറൂമാണ് കാട്ടണം. ഹോട്ടലാ, മോട്ടർ എന്നൊക്കെ കണ്ടിട്ടതാ. വെയിറ്റ് ഗൈസ്, ഇത് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കൊമ്പം ബസ്സിൻ്റെ മേൽഭാഗം കാണാൻ പറ്റണം കേട്ടോ. നമ്മളെന്തെങ്കിലും മേൽഭാഗമാണ്, നമുക്ക് മുഴുവൻ കണ്ടുകൂട് ഇല്ല. നമുക്ക് അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ ബസ് കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഗൈസ്, നമ്മുടെ ബസ് ഉണ്ട് ഗൈസ്. ഏതാ നോക്ക്, ലുക്ക് ഉണ്ട് ഗൈസ്. ദാവൂദ് എന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ബസ്സിൻ്റെ. റൈസ് ഓഫ് എ ഡോൺ ഏതാ നോക്ക് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടെ ദാവൂദ് ബസ്. നല്ല ലുക്കൊക്കെ ഉണ്ട്, ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. സൈഡ് ഭാഗത്തൊക്കെ എഴുതിയിട്ടുണ്ട് കണ്ടോ. ഏതാ മെൻ ഇൻ ബ്ലാക്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ട് ദാവൂദ് കൊമ്പെന്ന് എഴുതി വെച്ചാണ് ഗൈസ് അവിടെ. നല്ല ലുക്ക്. നമ്മൾ അകത്ത് കയറുമ്പോൾ ഉണ്ട് ഗൈസ്, പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ പാട്ട് പിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടേ സാധാരണ എനിക്ക് എന്തോ ഓഫ് ചെയ്തിടാം ഗൈസ്. ഇവിടെ ഗ്ലാസ് നിങ്ങൾ നോക്കിയിട്ട് സീനാക്കണ്ട കേട്ടോ. അത് ശരിക്കുള്ള ലൈഫിൽ ഇങ്ങനെയൊന്നും നല്ല ഉൾഭാഗം നല്ലൊരു സെറ്റപ്പാണ്. ഇത് ഗെയിം ആയതുകൊണ്ടാണ് ഗ്ലാസ് ഇങ്ങനെ കാട്ടണത്. അപ്പോൾ ഗ്ലാസ്സിന് മാത്രം സീനുള്ളൂ. സാധനം നമുക്ക് ഇങ്ങനെ ഓടിക്കാം കേട്ടോ. ഉണ്ട് നിങ്ങൾ റിഫ്ലക്ഷൻ ഉണ്ട്, അതിൻ്റെ കളറില്ലാത്തതെന്ന് വിചാരിക്കണം. അതിപ്പോൾ രാവിലെ ആയതുകൊണ്ടേ, പുതിയ വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ മെറ്റൽ റിഫ്ലക്റ്റ് ചെയ്യണതാണ്. അല്ല ഇതിപ്പോൾ എങ്ങനെ ഇവിടെ നിന്ന് എടുക്കുക, പണിയാണല്ലോ. ഓക്കെ, ഇത് എടുക്കാൻ നോക്കട്ടെ. തട്ടിയാണ് കേട്ടോ ചെറുതായിട്ട്. സാരല്ലേ, ഇനി തട്ടാൻ പോകണമല്ലോ, നമ്മൾ ഓഫ് റോഡിനാണ് പോണേ. അപ്പോൾ നിങ്ങളെന്തായാലും പ്രാർത്ഥിക്കുക ഓഫ് റോഡിൽ പോയിട്ട് നമുക്കൊന്നും പറ്റാണ്ടിരിക്കാൻ. ഇതിപ്പോൾ തിരിച്ചെടുക്കാൻ സീനാണ് കേട്ടോ. ഇത് സാധാരണ നമ്മുടെ
GTA 5 ബസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല. ഇത് ഭയങ്കര നീളമുള്ള ബസ്സാവുണ്ട്. നല്ലത് GTA 5 ബസ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ GTA 5 ഒരു പീക്കിൽ സാധനം ഗൈസ്. നമ്മുടെ കേരളത്തിലെ വണ്ടി ഗൈസ്, കേരളത്തിലെ മുത്തുവണ്ടി അത്. ഓക്കെ, സ്പീഡ് ഉണ്ട് കേട്ടോ ഗൈസ്, നല്ല സ്പീഡുണ്ട്. ഒറ്റ ഗിയറിൽ തന്നെ 90 പോകുന്നുണ്ട്. നമ്മുടെ സൂപ്പർ കാറൊക്കെ നിറയെ നേരം കേട്ട 100, 140 എത്താം. ഫ്രാങ്ക്ലിൻ്റെ കാറിന് ആകെ കുറച്ചെങ്ങാണ്ടുള്ളൂ. നമുക്ക് നല്ല സ്പീഡ് ട്രേസ്. പിന്നെ നല്ല ലുക്ക് നോക്കുക ഗൈസ്, പരുന്തൊക്കെ വറക്കണു വലിയ ലുക്ക് ഉണ്ടാകും. മോഡ് ബൈ നോട്ട് റിയൽ എപ്പിക്. അത് ഈ മോഡ് ഉണ്ടാക്കിയ ആളുടെ പേരാണ് കേട്ടോ, നല്ല ആള്. ഓക്കെ, അതിൻ്റെ ഉൾഭാഗത്തിൽ സീറ്റൊക്കെ അതേപോലെ തന്നെ, പക്ഷേ ഗ്ലാസിൻ്റെ ഒരു സീനാണല്ലോ. ഗ്ലാസ്സും കൂടി വന്നാൽ പൊളിച്ചാണ്. എനിക്ക് ഇവിടെ എന്താ പുകയൊക്കെ പോണ് ഗൈസ്. ചെറിയൊരു സീനുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിക്ക് ഓഫ് റോഡ് ടയറല്ല. എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം ബസ് വെച്ചിട്ട് ഇതുവരെ ആ ഒരു ഓഫ് റോഡിങ്ങിന് പോയിട്ടില്ല. അതാണ് ഈ ലോസ് ആഞ്ചലസിൽ അങ്ങനെ ആരും കണ്ടിട്ടില്ല. കാറ്, ബൈക്ക്, പിന്നെ ഓരോ വെറൈറ്റി വണ്ടി വെച്ചിട്ടാണ് ആൾക്കാർ പോയിക്കണത്. നമുക്കൊരു ദിവസം വെറൈറ്റി വണ്ടി ഓടിച്ച് പോവാം. ഈ ബസ് വെച്ച് പോവാന്ന് വെച്ചാൽ എത്ര നല്ലതല്ല. എന്നാൽ നമ്മൾ റിസ്ക് എടുക്കണം ഗൈസ്, റിസ്ക് എടുത്ത് പോകണം. സ്കിഡൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഡ്രിഫ്റ്റ് ചെയ്ത സീന് ഞാൻ എന്നിട്ട് നൈസായിട്ടൊന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഈ പവർ ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടുന്ന് ഡ്രിഫ്റ്റ് ചെയ്യാം, ഇവിടെ സ്പേസ് ഉണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചു തരട്ടെ ഗൈസ്, കണ്ടോ? ഇതിലേ ഫ്രണ്ടാണ് തിരിയുക. സാധാരണ നമ്മുടെ GTA 5 കാറൊക്കെ പുറകു വശമല്ലേ തിരിയുക, ഇത് ഫ്രണ്ട് തിരിയുള്ളൂ. ഇതിന് തൊട്ട് ഷേപ്പൊക്കെ വട്ടത്തിലേറ് വട്ടമൊക്കെ ഒന്നുണ്ട് അവിടെ വയസ്സ്. അപ്പം നമുക്ക് ഇവിടെ ഒരു മലയുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഈ ക്ലൈംബ് ചെയ്യാൻ പോണ മൗണ്ടെന്ന് പറയുന്നുണ്ടല്ലേ, അതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതായിട്ട് മേലെ. അവിടെ നിന്നൊക്കെ വീണാൽ നമ്മൾ പൊടി പോലും കിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ ഒരു ട്രയലിന് പോവാം. ഇത് അത്ര വലിയ മൗണ്ടനല്ല കേട്ടോ ഗൈസ്. നമുക്ക് ഇവിടെ ഒരു ട്രയലിന് പോയതിന് ശേഷം ഇവിടെ വർക്കാവുണ്ടെങ്കിലാണ് അവിടെ കുറച്ചെങ്കിലും വർക്കാവുള്ളൂ. ഈ വഴി നമുക്ക് പോയിട്ട് ആദ്യം ഒന്ന് വർക്കാവുണ്ടോ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കട്ടെ. ഇവിടെ വർക്കായാൽ മതിയെന്ന്. അയ്യോ, വണ്ടി കയറുന്നില്ല. അയ്യോ, കയറ്. ഗിയർ മാറ്റട്ടെ കേട്ടോ. ഇപ്പോൾ കയറണ്ട. ഗിയർ മാറ്റിയിടുമ്പോൾ പറ്റുന്നുണ്ട് കേട്ടോ. ഗിയർ മാറ്റപ്പോൾ കയറുന്നുണ്ട് ഗൈസ്. ചെറിയൊരു പുറകുന്നൊരു വലിയ വരുന്നുണ്ട് കേട്ടോ. അത് ഇവിടുത്തെ ഈ സാൻഡിൻ്റെ കുഴപ്പം. റോട്ടിലൊക്കെ നന്നേ ഓടിയാണ്. ഇതാകുമ്പോൾ കുഴിഞ്ഞൊഴിഞ്ഞ് പോകണോണ്ട് വണ്ടി മുന്നിക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഭഗവാൻ, ഇവിടെ ഒരു കയറ്റുണ്ടല്ലോ. അയ്യോ, കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കയറുന്നില്ല കേട്ടോ വണ്ടി. ഗിയർ മാറ്റേണ്ടി വരും. അയ്യോ, ഗിയർ മാറ്റി കയറുന്നില്ല കേട്ടോ. പുറകിൽ നിന്ന് ഒന്നുകൂടി ഗിയറി മാറ്റി വെച്ചേ. എനിക്കിപ്പോൾ അടിമുട്ടുണ്ട് അവിടെ വയസ്സ്. ഇതിങ്ങനെ വരുമ്പോഴേ നമ്മുടെ സാധാരണ കുറച്ച് ഹൈറ്റ് ഉണ്ട്. ഇത് ടൂറിസ്റ്റ് ബസ് ആയതുകൊണ്ടേ നല്ല ഇത് സ്പോയിലർ കുറച്ച് കുറവാണ്, ഇല്ല കുറച്ച് കൂടുതല. അപ്പോൾ കണ്ട അടി പെട്ടെന്ന് മുട്ടും. അത്ര ഹൈറ്റ് ഇല്ല താഴേന്ന്. ഇത് വെച്ച് ഓഫ് റോഡ് ചെയ്യാൻ നമുക്ക് പറ്റും ഗൈസ്. നമ്മുടെ കൊമ്പൻ ബസ്സല്ല, കിടിലൻ ബസ്സല്ല, നമുക്ക് എന്തായാലും പൊളിക്കാം ഗൈസ്. ഇവിടെ ഉണ്ട് ഓഫ് റോഡിൻ്റെ സ്ഥലം. നോക്കട്ടെ കേട്ടോ. ഇവിടെ ഇത് കയറിയിട്ട് ഇപ്പം ഇങ്ങോട്ട് പോവാ. ഈ വഴിയാണെന്ന് തോന്നുന്നു. അതാ അവിടെയാണ് ഓഫ് റോഡ് ചെയ്യേണ്ട സ്ഥലം ഗൈസ്. ഇതല്ല കേട്ടോ, ഇത് നമ്മുടെ ടെസ്റ്റിങ് ഓഫ് റോഡ്. അയ്യോ, ഭഗവാനെ, പോലീസെന്ന് വെച്ചാൽ ഗൈസ് ഇത് ഇപ്പം നമ്മൾ ഓഫ് റോഡ് ചെയ്യാനല്ല കേട്ടോ പോണത്. നമ്മളിത് വെറും ടെസ്റ്റിങ്ങിനാണ് പോണത്. അവിടെ എത്തുമ്പോൾ നമുക്ക് ആലോചിക്കണ്ടേ ഇതെന്ത് വഴി. കൊമ്പൻ ബസ് ഇവിടെ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ കല്ലൊക്കെ ഉള്ളതുകൊണ്ടേ നന്നായി കയറുന്നുണ്ട്. ഇത് കയറാൻ പറ്റുമോ ഈ മല? നോക്കട്ടെ കേട്ടോ. കയറ്. പക്ഷേ ഇവിടെ കുഴപ്പമില്ല. ഇവിടെ കല്ലുള്ളതുകൊണ്ട് ഗ്രിപ്പുണ്ട്. ചില സ്ഥലത്തൊക്കെ ഇത് കയറില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഭഗവാനെ, അയ്യോ, വീടില്ല. നമ്മളിവിടെ കേട്ടോ ഓഫ് റോഡ് ചെയ്യാൻ പോണ സ്ഥലം എന്താ മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. സാറില്ല, മണ്ടയിൽ ബസ് ഉണ്ട്, നമുക്ക് കത്തിച്ചു വിടാം.
ഇവിടെ ഒരു സീനുണ്ട്, അതാണ് ഞാൻ ആലോചിക്കണത്. ഈ ടയർ വർക്കാവുന്ന ഞാൻ നോക്കണത്. സാധാരണ ടയർ കണ്ടേ താഴെ അടി മുട്ടണ്, നിങ്ങൾക്ക് നോക്കിയാൽ പുറകിൽ മുട്ടണാണ്. മുന്നിൽ എടുക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ മുട്ടും. കയറ്റം കയറുമ്പോൾ അങ്ങനെ ഒരു സീനുണ്ട് കേട്ടോ. സാരില്ല കേസ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കൊമ്പ മസില്ലേ പവറാക്കാം കേസ്. ഈ വഴി ഇറങ്ങാട്ടോ. ഈ വഴിയും പോകാൻ പറ്റൂലോ ഭഗവാനെ, മാപ്പ് കൂടിയേ. ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ഗൈസ്. ഞാൻ പറഞ്ഞു ഗൈസ്, ഈ വഴി പോകാൻ പറ്റും. കാരണം ഞാൻ ആ ഓഫ് റോഡിൻ്റെ സ്ഥലം ഞാൻ മാർക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഡയറക്ഷൻ മനസ്സിലായിട്ടുണ്ട്. ഇവിടെ മേലേക്ക് തന്നെ ഗൈസ്. നേരെ പോയാൽ മതി. കുറച്ച് ദൂരം ഉണ്ടെന്നുള്ളൂ. ഇവിടെ നിന്ന് കയറാൻ ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ ഗൈസ്. ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല. ഇറങ്ങുമ്പോൾ വലിയ സീനൊന്നുമില്ല. മറ്റേ കരിക്കിൽ പറയണ പോലെ കയറാൻ മാത്രം ബുദ്ധിമുട്ടുള്ള, ഇറങ്ങുമ്പോൾ സീനില്ല പറയണ പോലെ ഉണ്ട് കേട്ടോ. ഓഫ്, തിരിയലൊക്കെ സ്മൂത്താണ് ടൈസ്. സാധാരണ ബസ്സൊക്കെ തിരിഞ്ഞു വരാൻ നിറയെ നേരം എടുക്കും. ഇത് നന്നായി സ്മൂത്തായിട്ട് തിരിയുന്നുണ്ട്. നമ്മുടെ വണ്ടിയുടെ പവർ കാരണം കേട്ടോ. പുറകിൽ കോണൊക്കെ വണ്ടികൾ ഉള്ള നമ്മുടെ നമ്പർ പ്ലേറ്റൊക്കെ ഉണ്ട് അവിടെ. ഇതോ ഒരു ശബ്ദം, അതിൻ്റെ പലകേണ്ട മേൽ കൂടുമ്പോൾ ശബ്ദം വരുന്നു. ഓഫ്, ഇനിയിപ്പം അങ്ങോട്ടോ തിരിയണല്ലേ. ഇവിടെ ഈ റോഡ് കണ്ട മണ്ണിൽ കൂടെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഗൈസ്. അത് സ്കിഡാവുണ്ട് വണ്ടി. അത് ടയറിൻ്റെ കുഴപ്പമാണ് ഗൈസ്. ടയർ നമ്മുടെ ഓഫ് റോഡ് ടയറല്ല, ഇത് മറ്റെന്തോ ബസ്സിൻ്റെ സാധാരണ നോർമൽ ടയറാണ് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമാണല്ലോ. സാരില്ല ഗൈസ്, നമുക്ക് പവറാക്കാം. ഇപ്പോൾ ഓഫ് റോഡിൻ്റെ സ്ഥലം കുറച്ചും കൂടി ദൂരം ഉണ്ട്. ഇതാരാ നമ്മളെ വിളിക്കണ ഗൈസ്? രക്ഷിക്കാനോ? ഹെൽപ്പ് മീന്നാ ഗൈസ്? ആരത്? നാട്ടൊരു ചേച്ചി ഓടി വരുന്നു. എന്താ ചേച്ചി കുഴപ്പം? അയ്യോ ചേച്ചിയുടെ വീട്ടിലെന്തോ സീനായിട്ട് കേട്ടാ. ചേച്ചീൻ്റെ ബുദ്ധിക്ക് തുടങ്ങി. എന്താ ചേച്ചി? സഹായിക്കാൻ വെച്ചപ്പോൾ തലേക്ക് ഇറങ്ങണം. എനിക്കുള്ള പണി തരാഞ്ഞ് എന്നെ മൊജയ്ക്ക് സഹായിക്കാൻ വന്ന എന്നെ ഈ തലയ്ക്ക് ഒരു വെടിയിരിക്കുന്നു ഗൈസ്. നമ്മൾ ഈ വഴി നൈസായി പോകുമ്പോഴേ ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി വന്നേക്കുന്നു. എന്നിട്ട് നമ്മുടെ അടുത്ത് ഹെൽപ്പ് മീ ഞാൻ എന്താ കാര്യം ചോദിച്ചപ്പോൾ പറയുകയാണേ, വേണമെങ്കിൽ ഞാൻ പൈസ തരാം എന്നെ സഹായിക്കാൻ. എന്നിട്ട് നമ്മളെ പോർന്ന് ഗൈസ്. നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ ഓരോ മരണങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. നിങ്ങളതൊക്കെ വിട്ടുകളെ ഗൈസ്. ഗൈസ് അതിന് ഞാൻ സഹായിക്കാൻ പോയിരുന്നു. അപ്പോൾ നമ്മളെ പോർന്ന് എല്ലാവനെ വീട്ടിൽ വെച്ച് അവിടെ ഇട്ടുണ്ട് കേട്ടോ. എൻ്റെ മേത്ത് വിളിച്ചിട്ടില്ലേ? മേത്ത് വിളിച്ച് നമ്മൾ ഓഫ് റോഡിന് വേണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. അത് നമ്മുടെ വണ്ടിക്ക് നല്ല സ്പീഡുണ്ട് കേട്ടോ ഗൈസ്. വിചാരിച്ച പോലെ നല്ല സ്പീഡുണ്ട്. ചുടിച്ചു ഭാഗ്യം. ഓഫ്, ഇവിടെ ചെക്ക് പോസ്റ്റൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഓഫ് റോഡിൻ്റെ. സാധാരണ കുറച്ച് ദൂരം മുന്നേ വരാറുള്ളതാണ്. അയ്യോ വീട്ടിലെ അയ്യോ നിക്ക്. ഭാഗ്യം കഴിച്ച് ഏതൊരു കല്ലുമ്മ തട്ടി നിന്നുണ്ട്. ഭാഗ്യം ആ കല്ല് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടെ. താങ്ക് യു കല്ല്. ഓക്കെ, നമ്മളവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ആകെ കുറച്ചും കൂടി ദൂരമുള്ളൂ. ഇവിടെയാണെന്ന് തോന്നുന്നു. അവിടെ വലിയ മലയൊക്കെ കാണുന്നുണ്ട്. ഈ വഴിയാണോ? കണ്ട ഇവിടെ ടയർ വർക്കാവണില്ല കേട്ടോ. അതേസമയം ഈ റോട്ടിൽ വർക്കാവും. അവിടെ ഒടുക്കത്തെ സ്കിഡ്. കുഴപ്പമാവോ ഗൈസ്? ഭാഗ്യം ഈ റോട്ടിലൊന്നും കുഴപ്പമില്ല. ഇതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ആയിട്ടാണ് ഞാൻ ലൊക്കേഷൻ മാർക്ക് ചെയ്തത്. എവിടെയാണ് കാണിച്ചേട്ടാ. അവിടെ എന്തോ വലിയ പാലമൊക്കെ ഉണ്ടല്ലോ. ട്രെയിൻ പോണ സ്ഥലമാണത്. വണ്ടി പോണ കാണാനില്ല അവിടെ. ട്രെയിൻ ട്രാക്ക് വന്നു. ടണലൊക്കെ ഉണ്ട് അവിടെ. അയ്യോ, ഇത് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അയ്യോ പെട്ടു ഗൈസ്. ഗിയർ ഇടക്കിടക്ക് ഗിയർ മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ വണ്ടി കയറണില്ല. ഇത് പിന്നെ കസ്റ്റം ആയിട്ട് ഗിയർ ആയതുകൊണ്ടേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മറ്റേ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കയറിക്കോളും. ഇത് കസ്റ്റം ഗിയർ ഒന്ന് മാറ്റി കൊടുക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ ഇവിടെ എത്തിയ കേട്ടോ ഗൈസ്.
വെള്ളം എൻ്റെ മോയ്സ് വെള്ളച്ചാട്ടം നോക്കുക ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മൾ സിറ്റിയിലൊന്നല്ല ഗൈസ് താമസിക്കണ്ടേ. ഇവിടെ GTA 5 കളിക്കണ ഇടയ്ക്കൊക്കെ ഇവിടെ ഒന്നൊന്ന് ആസ്വദിക്കണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിൽ ഫീൽ ചെയ്യണ പോലെ തോന്നും കേട്ടോ ഗൈസ്. വെള്ളച്ചാട്ടവും അതിൻ്റെ അടുത്ത് ചെറിയ വഴിയും മരവും എന്താ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലം, ഇതൊക്കെയാണ് ഗൈസ് സ്വർഗം. ശരിക്കും സിറ്റി ഒന്നുമല്ല കേട്ടോ ഇത് കമ്പയർ ചെയ്യുമ്പോൾ. വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ട് ഗൈസ് ഒരു വെള്ളച്ചാട്ടം കണ്ട. ഏതാ നോക്ക് ഗൈസ്, ലുക്ക് ഉണ്ട്. അതിൻ്റെ അടുത്ത് നമുക്ക് ശബ്ദം കേൾക്കാട്ടോ വെള്ളം വീണതിൻ്റെ. ഇതൊക്കെയാണ് ഗൈസ് ഏതാ വൈബ് എന്നൊക്കെ വെച്ചാൽ. ഗൈസ് ഈ പാലം വെച്ചിട്ടാണ് കേട്ടോ ഓഫ് റോഡ്. അത് താഴേക്കുള്ള വഴി. ഇത് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? ഇവിടെയാണ് കേട്ടോ വഴി കാട്ടണത്. നിങ്ങൾക്ക് റൈറ്റിലാണ് ശരിക്കുള്ള വഴി കാട്ടണം. ഈ പാലത്തിൻ്റെ മേൽ കൂടെ പോകണം. ഓക്കെ ഗൈസ്, നമ്മളവിടെ ഓഫ് റോഡ് തുടങ്ങാൻ പോകട്ടോ ഗൈസ്. അപ്പോൾ 3, 2, 1 ഇടിക്കൂ. തുടക്കം തന്നെ പൊളിക്കൂ ഗൈസ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടെ. ഇറങ്ങിക്കോ. ഭാഗ്യം. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ നമ്മൾ ആ വെള്ളത്തിലാണ് കേട്ടോ ഗൈസ്. ഒന്നെങ്കിൽ ഇപ്പുറത്ത് വെള്ളം അപ്പുറത്ത് കൊക്ക, എന്തെങ്കിലുമൊക്കെ നടക്കൂട്ടോ കേസ് ഇവിടെ. ഇവിടെ ഇവിടെ അത്ര കുഴപ്പമില്ല കേട്ടോ. ഇവിടെ സ്മൂത്തായിട്ട് പോകണം. മറ്റേ റോട്ടിൽ കുറച്ച് കുഴപ്പമുണ്ട്. പിന്നെ കയറ്റം കയറുമ്പോഴും സ്കിഡിങ് വരുന്നുണ്ട്. ക്യാമറ കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് മരത്തിൻ്റെ ഇലയൊക്കെ വരുന്നുണ്ട്. ഇതാ കയറണില്ല. ഞാൻ പറഞ്ഞില്ല കുറച്ച് കയറ്റം വരുമ്പോഴേ അപ്പം ഇങ്ങനെ ഗിയർ മാറ്റി കൊടുത്താൽ മതി. ഇതടക്കം പുറകിലേക്ക് കൊണ്ട് കേട്ടോ. അതൊരു പുറകിൽ ഇറക്കായോണ്ടാന്ന് തോന്നുന്നു. അതുകൊണ്ട് പുറകിലേക്ക് പോകണം. സാരി നമുക്ക് ഈ വഴിയിട്ട് തിരിഞ്ഞ് പോകാനേ. ഇവിടെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാർ ഇവിടെ ഫുഡ് അടിക്കാൻ വന്നേക്കണം തോന്നുന്നു. വൈകുന്നേരം ആറായിട്ട് കേട്ടോ. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ രാത്രിയാവും മിക്കവാറും. ചാൻസ് ഉണ്ട് രാത്രി ആവാനുള്ളതാ. ഇപ്പം തന്നെ ഇരുട്ടി തുടങ്ങി കുറച്ച്. ഈ വഴി കുറച്ച് വീതിയുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ കയറുന്തോറും വീതി കുറഞ്ഞു വരേണ്ടതാണ്. ഭഗവാനെ പറഞ്ഞു നാക്കെടുത്തില്ല, അപ്പോഴേക്കും കുറഞ്ഞു തുടങ്ങി. ഇവിടെ ഫുള്ള് കാടാണ് കേട്ടോ ഗൈസ്. ഇവിടെ മൊത്തം ഇതാണ് കേട്ടോ. ഒറ്റ മനുഷ്യനില്ല ഗൈസ് ഇവിടെ. നമ്മൾ മാത്രമുള്ളൂ, അതും ബസ് വെച്ചിട്ട്. എങ്ങാനും ഇപ്പോൾ വല്ല പുലിയൊക്കെ സിംഹാട്ടൊക്കെ അടിക്കാൻ ഓടി വന്നാൽ അത് ചില്ല് പൊടിച്ച് അകത്തേക്ക് വരും. ബസ്സായതുകൊണ്ട് തിരിക്കാനും ബുദ്ധിമുട്ടാണ്. എനിക്ക് വണ്ടി കയറാത്ത സീനുണ്ട് കേട്ടോ. ഇങ്ങനെ പോയ സീൻ വരാൻ പാടില്ല സത്യം പറഞ്ഞാൽ. വഴി ചെറുതായി ഗൈസ്. വഴി ചെറുതായിട്ട് ഈ വഴി. എൻ്റെ അമ്മോ, ഇവിടെയൊക്കെ അങ്ങനെ എടുക്കാനാണ്. ഇതാ പുകയൊക്കെ വന്ന് തുടങ്ങും. ഫുള്ള് മണ്ണ് തെറിപ്പിച്ചിട്ടാണ് കേട്ടോ. ഇങ്ങനെ പോയാൽ നമ്മുടെ വണ്ടി മണ്ണിൽ പൊളിക്കേണ്ടി വരും ഗൈസ്. ചെറിയ വഴി ഗൈസ്. അതായത് നമ്മുടെ ബസ്സിൻ്റെ അത്ര വീതിയാണല്ലോ, അത്രയ്ക്ക് ചെറിയ വഴി. ഇതൊക്കെ എങ്ങനെ തിരിക്കാനാണ്? എൻ്റെ അമ്മ, ഇത് തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വണ്ടി കയറണില്ല. ഗിയർ മാറ്റേണ്ടി വരും. പുറകിൽ കുഴിയാണ് കേട്ടോ. മാനൊക്കെ ഉണ്ട് ഇവിടെ. എൻ്റെ അമ്മ, തിരിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒറ്റ സ്ട്രെച്ചിലെടുക്കേണ്ടി വരുന്ന തോന്നുന്നു. ഇത് വണ്ടി തിരിയില്ല. അങ്ങനെ ഒരു സീനുണ്ട് കേട്ടോ. നമുക്ക് ഒറ്റ സ്ട്രെച്ചിലെടുക്കാം. കയറ് ഗിയർ മാറ്റിയിട്ട് കയറേണ്ടി വരും. നമുക്ക് ഒന്നുകൂടി പുറകിലേക്ക് പറ്റും. ഒറ്റ സ്ട്രെച്ചിലെടുക്കാം. കയറ്. ഭാഗ്യം. ബെസ്റ്റ് ഉണ്ട്. ഇതിനെക്കാട്ടും വലുതാ അടുത്തത്. ഇത് തിരിച്ചില്ലെങ്കിൽ നമ്മൾ നേരെ താഴേക്ക് പോട്ടെ. എൻ്റെ അമ്മ, വണ്ടി കയറണില്ല. പക്ക സ്ലിപ്പായി കൊണ്ടിരിക്കണു വണ്ടി. പുറകിലേക്ക് വരല്ലേ. ഒറ്റ സ്ട്രെച്ചിൽ തിരിക്കേണ്ടി വരും കേട്ടോ. അവിടെ കല്ലുണ്ട്. രണ്ട് സൈഡിലും കല്ലുണ്ട്. അതാ സീൻ.
ഇല്ലെങ്കിൽ തിരിക്കാൻ പറ്റും. ഇതൊക്കെ പൊടിയൊക്കെ തെറിപ്പിച്ചിട്ടാണ് പോണ്. അയ്യോ ഇങ്ങനെ പോയ ബസ് മറിയല്ല്. എൻ്റെ അമ്മ ഇത് സീനാവട്ടെ. നമുക്ക് ഒറ്റ സ്ട്രെച്ചിലെടുക്കേണ്ടി വരും. പക്ഷെ ഇവിടുന്ന് കയറാൻ കണ്ടോ കുറച്ച് ബുദ്ധിമുട്ടാ. ഓ തിരിഞ്ഞോ ഗൈസ്. ഇവിടുന്ന് സ്ലിപ്പാവുണ്ട്. ഓ കയറി. ഓ കല്ല് ഗൈസ്, പരട്ട കല്ല്. അവിടെ കല്ലും അടിക്കുന്നുണ്ട് വണ്ടി. ഓ കയറി. ഓ ഗൈസ് കയറി, ഭാഗ്യം. എൻ്റെ അമ്മ ഇത് എന്തൊക്കെ വഴിയാണ് ഗൈസ്. കൊക്ക ഇപ്പുറത്തെന്താ വെള്ള അല്ല, ഇപ്പുറത്ത് വഴിയല്ലേ ഗൈസ്. ഈ സൈഡിൽ കൊക്കയാണ് കേട്ടോ. എൻ്റെ ഭഗവാന് ഗൈസ്, നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകണം. എനിക്ക് ആ ഒറ്റ പ്രാർത്ഥന. പിന്നെ രാത്രി അവനും പോവാ. ഇവിടെ നിറച്ച് പാറയും കോഴിയും വെള്ളവും. നമുക്ക് കുറച്ചും കൂടി നേരത്തെ വരായിരുന്നു കേട്ടോ. ഇത് നമ്മൾ രാവിലെ ബസ് മേടിച്ച് വരുമ്പോഴേക്കും കുറച്ച് ലേറ്റായി. പിന്നെ ട്രയലിൽ നിന്നല്ലോ. എൻ്റെ അമ്മ ഗൈസ്, സത്യം പറയാലോ, ഇതെന്ന് പറയുമ്പോൾ ഇവർ മല ഓഫ് റോഡിങ് വന്നാൽ അതിൻ്റെ മേലിൽ വീണതാണ് ഗൈസ്. സത്യമായിട്ട് ഞാൻ പറയാം ഗൈസ്. ഇപ്പോൾ ഈ റിയൽ ലൈഫിൽ ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇതിൻ്റെ സൗണ്ട് കൂട്ടിയിട്ടിരിക്കണം. വണ്ടി പൊട്ടി തെറിച്ച സൗണ്ട് ഇട്ട് ഗൈസ്. സത്യം പറയാലോ, റിയൽ ലൈഫിൽ എൻ്റെ നെഞ്ച് കത്തി ഗൈസ്. ഞാൻ ഇത്ര നാളെ GTA കളിച്ച് ഇങ്ങനെ പേടിച്ചിട്ടില്ല കേട്ടോ. ഓ നമ്മുടെ ലൈറ്റുണ്ട്. ഓ നല്ല ബ്രൈറ്റ് ലൈറ്റാണ്. ലേസറൊക്കെ ഉണ്ട് വണ്ടിയും ഗൈസ്. ഞാൻ ഇങ്ങനെ പേടിച്ചിട്ടില്ല കേട്ടോ, സത്യം പറയാം ഗൈസ്. ഞാൻ GTA കളിച്ച് ഇങ്ങനെ ഞാൻ പേടിക്കണം ആദ്യമായിട്ടാണ് ഗൈസ്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഗൈസ്. ബൂം എന്ന് പറയട്ടോ. അതായത് ആ സൗണ്ട് എഫക്റ്റ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ സൗണ്ട് കുറച്ചിട്ടായിരിക്കും വെക്കുക. പക്ഷേ അതിൻ്റെ റിയൽ സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് ആരായാലും പേടിക്കും കേട്ടോ. എൻ്റെ അമ്മ എൻ്റെ കിളി പോയി ഗൈസ്. രാത്രി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടു എന്ന് തോന്നുന്നു. ഇവിടെ പ്ലെയിൻ്റെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആ പ്ലെയിൻ പോണു. ഓ നമ്മുടെ വണ്ടിയോ ഗൈസ്, കൊമ്പൻ ഗൈസ്. സത്യം പറയാം ഗൈസ്, ഞാൻ പേടിച്ചു കേട്ടോ ഗൈസ്. ഓഫ്, ഇതിങ്ങനെ ഞാൻ പേടിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഇത് ഫീല് കിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്ക് കിട്ടും. കാരണം ഹെഡ്സെറ്റ് ഞാൻ സൗണ്ട് വെച്ചിട്ട് കളിക്കണം. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് ആയിരിക്കും കൂടുതലായിട്ട് കേൾക്കുന്നുണ്ടാവുക. പക്ഷെ അതിൻ്റെ സൗണ്ട് മാറുന്നു ഗൈസ്. ഇങ്ങനെ പേടിച്ചിട്ടില്ല. ഇതൊക്കെ എന്ത് വഴി ഗൈസ്. സൈഡിലേക്ക് നോക്കി നിങ്ങൾ വെള്ളച്ചാട്ടം ഇങ്ങോട്ടൊക്കെ വീണ സീനാവും. ഓ ഗൈസ്, ഇതാ നമ്മുടെ അവിടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നമ്മൾ പോയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തുന്നുണ്ട്. നമ്മൾ അവിടുന്ന് തുടങ്ങിയ ആ അറ്റത്തുനിന്ന് തുടങ്ങിയ. അപ്പം നമ്മൾ ആ വഴി തിരിഞ്ഞു നമ്മൾ ഇവിടെ എത്തിയിട്ട് ഗൈസ്. ഓ ഈ മലയുടെ പ്രത്യേകത അത്. എൻ്റെ അമ്മ ഇത് സീനാട്ടാ. ഇവിടെ നിന്ന് ഇപ്പം ഇങ്ങനെ തിരിക്കുക. അയ്യോ പെട്ടു പുറകേക്ക് വരില്ല. അയ്യോ കുഴി സൈഡിൽ കുഴിയാ മോനെ. വീണ സീനാവൂട്ടാ. കേറി സൈഡിൽ കുഴിയാണ്. പെട്ടു. അയ്യോ വീണല്ലോ. അതേ മരത്തും പിടിച്ച് വെക്കും. പക്ഷെ ബസ് പിന്നെ കയറ്റാൻ പറ്റില്ല. അയ്യോ നമുക്കൊരു കാലം റിവേഴ്സ് ചെയ്തിട്ട് തിരിക്കേണ്ടി വരും. നമുക്കിവിടെ ഈ ഗ്യാപ്പിലേക്ക് കയറ്റേണ്ടി വരും. അയ്യോ നമ്മുടെ വണ്ടി പക്ക സ്കിഡായി കൊണ്ട് കണ്ടോ. എൻ്റെ മുതിപ്പം ഇങ്ങനെ കയറ്റാം വയസ്സ്. നമുക്ക് ഈ ഗ്യാപ്പിൻ്റെ അകത്ത് കയറ്റാം. അപ്പം അവിടുന്ന് തിരിക്കാമല്ലോ. ഓ കയറി അതന്നെ. അയ്യോ അപ്പം അതിൻ്റെ ഇടയിലും പുറകിലും പെട്ടു, മുന്നിലും പെട്ടു. ഇത് തിരിക്കാൻ വെച്ചാൽ ബുദ്ധിമുട്ടാണ് നമുക്ക്. ഭയങ്കര ബുദ്ധിമുട്ടായി തിരിച്ചെടുക്കാൻ വെച്ചാൽ. ബസ് ഇതാ പൊടി മാത്രമേ വരുന്നുള്ളൂ. വണ്ടി ടയർ കറങ്ങിക്കൊണ്ട് നിൽക്കുക. വണ്ടി പക്ഷേ അനങ്ങളില്ല, വീഴല്ലേ. പുറകിൽ കുഴിയാണ് കേട്ടോ, കൊക്കയാണ്. മരത്തും പിടിച്ചെന്നാൽ നമ്മുടെ ജീവൻ കിട്ടും. നമുക്ക് നമ്മുടെ ജീവൻ കിട്ടിയാൽ മതി. പക്ഷെ വണ്ടി പോകുന്നാളോ, അതാണ് സീൻ. അയ്യോ ബ്രേക്ക് ഇട്ട് തിരിച്ച് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ എടുക്കേണ്ടി വരും കേട്ടോ. അതായത് നമ്മൾ കുഴിയിൽ നിന്ന് ഇറങ്ങി ചാടി എടുക്കേണ്ടി വരും. ബസ്സിലെ ലൈറ്റൊക്കെ മിന്നു ഗൈസ്. സീനാ കേട്ടോ. ഓക്കെ, നമ്മൾ നിറയെ നാളത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മളിത് എങ്ങനെയൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ സ്കിഡ് ചെയ്ത് ഗൈസ്
എൻ്റെ അമ്മ അതിനെ കുറിച്ച് ഓർമ്മിപ്പിക്കല്ലേ ഗൈസ്. നമുക്കിനി ഇതെങ്ങനെ കയറാ ഗൈസ്? നമ്മുടെ 2 എഡ്ജ് മുട്ടിക്കാം കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാണ് ബസ്സിൻ്റെ ഈ തുമ്പും ആ തുമ്പും മണ്ണിൽ മുട്ടിക്കുക. താഴെ വലിയ കുഴിയെ. ഭാഗ്യം വണ്ടി പുറകേക്ക് പോയിട്ടുണ്ട്. ഒറ്റ സ്ട്രെച്ചിൽ തിരിച്ചെടുത്തോ. തിരിഞ്ഞോ. തിരി ഭാഗ്യം ഗൈസ്. തിരിഞ്ഞെടുത്തു ഗൈസ്. സൈഡിലേക്ക് നോക്കി തന്നെ പേടിയാവും. ഇവിടേക്കൊക്കെ വീണ പിന്നെ നേരത്തെ കാറ് പൊട്ടി തെറിച്ചില്ല, അതന്നെയാണല്ലോ. അതും പൊട്ടി തെറിക്കണോ നമ്മുടെ ബസ് പൊട്ടി തെറിക്കും. അയ്യോ, ഇപ്പോൾ തിരിഞ്ഞു വരാന്ന് വെച്ച സീനാണ് കേട്ടോ. തിരിഞ്ഞു വാ. ഇത് വിചാരിക്കണമല്ല, സ്കിഡിങ് എന്നൊക്കെ വെച്ചാൽ കണ്ട ഗൈസ്. തിരിക്കുമ്പോൾ അപ്പം സ്കിഡാവും. എൻ്റെ അമ്മോ, ഇവിടേക്ക് ഇതെന്ത് ട്രെയിനിൻ്റെ ഒച്ചയൊക്കെ കേൾക്കണം. ഇവിടെ ട്രെയിൻ വരണ്ടേ? ഇവിടെ ട്രെയിൻ അതാ ഇവിടുന്ന് ട്രെയിനൊക്കെ വരുന്നു. എന്ത് രസമല്ലേ ഗൈസ് രാത്രി ഇതിൻ്റെ മേലിൽ കൂടെ ഒക്കെ ട്രെയിനിൽ പോകാന്ന് വെച്ചാൽ. അയ്യോ പേടിക്കണ്ട മക്കളെ, ഞാൻ ഒന്നും ചെയ്യില്ല. ഇവിടെ കാടാണ്ട് ഫുള്ള് ജീവികളൊക്കെ ഉണ്ട്. പുലിയൊന്നുമില്ല തോന്നുന്നു. ഫുള്ള് മാന്, മുയൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളു. ഇതിപ്പോൾ എങ്ങനെ പോവാ? അയ്യോ ചെറിയ വഴി ഗൈസ്. നമ്മുടെ ബസ്സിൻ്റെ അത്ര ഉള്ളൂ ഈ വഴികളൊക്കെ. പെർഫെക്റ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ലൈറ്റിട്ടോ. നല്ല വെളിച്ചുണ്ട് കൊണ്ടേ. നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട്. എനിക്ക് മറ്റേ ഉള്ളിലെ ക്യാമറയും കൂടി ഗ്ലാസ് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് എടുക്കാൻ പറ്റണ്ടായിരുന്നു. എൻ്റെ അമ്മോ, ഇത് പക്ക സീനോട്ടാ. ഭാഗ്യം ഗൈസ് തിരിച്ചു. ഇനി ഇവിടെ നോക്കാം കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തോന്നുന്നു. ഇത്രയുള്ള അല്ല ഇതിൻ്റെ തിരിഞ്ഞ് വരണമെങ്കിൽ ഒന്നുകൂടി കയറണ്ടേ. അപ്പോൾ ഗൈസ് ഈ വഴി പോയാൽ സീനാണ്. എൻ്റെ അമ്മ ഗൈസ്, ഇത്ര നേരം നമുക്ക് കുറച്ചെങ്കിലും ഗ്യാപ്പ് ഉണ്ടായിരുന്നു മരമൊക്കെ വെച്ചിട്ട്. അതും ഇല്ല കേട്ടോ ഗൈസ്. മരമില്ല, ഒരു കുന്തവും ഇല്ല. ഡയറക്റ്റ് വെള്ളത്തിൻ്റെ ഉള്ളിൽ പോയാൽ നമ്മൾ പെടും. ഇവിടെ കയറിയൊരു ആശ്വാസം. ഇവിടെ ബ്രേക്ക് കിട്ടും. ഭാഗ്യം ഗൈസ്, നല്ല റോഡിലേക്ക് കടന്നു. എത്ര കാലമായി കണ്ടിട്ടെന്ന് അറിയുമോ നല്ല റോഡ്. ഈ ബൈക്കാരെ കടന്നു വന്നാ ഫോണില്ല. എന്നാൽ ഞാൻ പോവാം. നേരെ കൊണ്ട് ശല്യമില്ലോ. എന്നാൽ എത്ര നോക്കിയല്ലേ നിന്നില്ലല്ലോ. ഞാൻ കിടക്കാം. എല്ലാവരും ഗൈസ്. പലകടൊക്കെ സൗണ്ട്. ബൈക്കാരൻ വാടാ. എല്ലാവരും ഗൈസ്. എൻ്റെ അമ്മ ഇത് കയറി സീനാവൂട്ടാ. നമ്മുടെ വണ്ടി പൊടിയെന്ന് വെച്ചാൽ നിറച്ച് പൊടിയുണ്ട്. ഇതൊക്കെ ഇനി കഴുകി എടുക്കണം. ഈ വഴിയല്ലേ ഇത്? നേരെ റോട്ടിക്ക് അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകുന്ന ആൾക്കാരുടെ റോഡാണ് കേട്ടോ. ഇത് ഓഫ് റോഡ് കംപ്ലീറ്റ് ചെയ്യണ റോഡാണ് ഇത്. നമ്മളെന്തെങ്കിലും വന്നതല്ലേ, കംപ്ലീറ്റ് ഇട്ട് പോകാൻ പാടുള്ളൂ. ഇവരവരെ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് പോണ സ്ഥലമാണ് കേട്ടോ ആ വഴി. ഈ വഴി പോയാലും എത്തും ഗൈസ്. പക്ഷേ ഇതാണ് ഒരു കംപ്ലീറ്റ് എന്ന് പറയുന്നൊരു പോയിൻ്റായിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയോ ഇവിടെ എൻ്റെ ഗൈസ്. പിന്നെ ഇവിടെ എന്തൊരു ഒറ്റ സെക്കൻഡ് സ്നൈപ്പർ എടുത്ത് പോവാം. ഇതെന്തത് കുഴി ഓട്ടയട്ടാണല്ലോ ഇത്. ആരടാ അവിടെ? ആരുമില്ലേ ഗൈസ്. എൻ്റെ ഭാഗത്തൊന്നുമില്ല കേട്ടാ. ഇതെന്ത് ഇവിടെ ഇങ്ങനൊരു സ്ഥലം ഗൈസ്. പിന്നെ ഇവിടെ പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ കമ്പിയിട്ടുണ്ട്, അതുകൊണ്ട് വീഴില്ല. മറ്റേത് അതും ഇല്ലേ. ഇവിടെ പിന്നെ കമ്പി ഇല്ല. അപ്പോൾ ഇവിടെ അതും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ ടണല്. മീൻസ് നമ്മളിത് ടണൽ വഴിയാണ് കേട്ടോ. അപ്പുറത്ത് മാപ്പിക്കുള്ളതെന്ന് തോന്നുന്നു. ഇത് കംപ്ലീറ്റ് ആവാറായെന്നുള്ളൊരു സൂചനയാണിത്, ഈ ടണൽ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നല്ല രസമായിരിക്കും പോകാൻ. ഗൈസ് ഒറ്റ വണ്ടി എടുത്തു ഗൈസ്. നമ്മുടെ ബസ്സിൻ്റെ ലുക്ക് എപ്പോഴാണ് ശരിക്കും കാണുന്നത്.
എൻ്റെ അമ്മോ, വണ്ടി എടുത്തപ്പോഴേ സൂര്യപ്രകാശം ഒടുക്കത്തെ റിഫ്ലക്ഷനായിരുന്നു. ഇത്ര ഭംഗിയുണ്ടായിരുന്ന ലുക്കുണ്ടായി, സീൻ ലുക്ക. എൻ്റെ ഏതാ ലുക്ക് നോക്ക്, ടണൽ നോക്ക് ഗൈസ്, ഫുള്ള് പാറോണ്ടൊക്കെ. ഏതാ എൻ്റെ അമ്മ, ഞാൻ ഇപ്പോൾ വീണാനായിട്ട് ഞാൻ തിരിക്കാൻ നോക്കിയതാ. ഇപ്പം നമ്മൾ ആ വഴി നേരെ കൊക്കയിലേക്ക് പോയാന്. കൊക്കയല്ല തോന്നുന്നു, ആ വഴി പോയാൽ റോട്ടിലേക്ക് എത്തും. ഈ വഴി നമുക്ക് എന്തായാലും പോയി നോക്കാട്ടാ, എന്തായാലും ഇതുവരെ ഒന്നുമല്ലേ. ഓഹ്, ഓരോ ജീവികളൊക്കെ ഇവിടെ നിറച്ച് ജീവികളാട്ടോ. ഇവിടെ ഒറ്റ മനുഷ്യൻ വന്നിട്ടില്ല. അന്നാളവിടെ പൊട്ടി തെറിച്ച് കിടക്കുന്നുണ്ട്. എൻ്റെ അമ്മ, അതിനെക്കുറിച്ച് ഓർമ്മിക്കണ്ട പേടി. മാനിനെ കൊണ്ട് ഭയങ്കര ഇതായിട്ട് ഗൈസ്. ഏതാ നോക്ക്, നല്ല രസമുണ്ട് ഗൈസ്, നല്ല എക്സ്പീരിയൻസ് ആട്ടോ ഇത്. ശരിക്കും നല്ലൊരു ഇതായിരുന്നു, നല്ല ഓഫറാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനൊരു നമ്മുടെ കൊമ്പ ബസ്സിനോണ്ട് ഇത്ര പറ്റും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്ര കിട്ടില്ല ബസ്സാണ് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഗൈസ്. കിട്ടില്ല സാധനം, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. ഞാൻ പ്രതീക്ഷിച്ചില്ല. സാധാരണ ഈ ടയറൊക്കെ വെച്ച് ഓഫ് റോഡ് പോകുമ്പോൾ കൊക്കയിലടക്കുന്ന വെച്ച ഗൈസ്. അപ്പം ഞാൻ വെയിറ്റ് ഇപ്പം സമയം 12 ഉണ്ടാവും, ഒരു 1 മണി ഉണ്ടാവും ഇപ്പോൾ ഗൈസ്. നമ്മുടെ ലോസ് ആൻഡോസിൽ പ്രസിഡൻറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ എന്താ രാത്രിയിൽ ഫാക്ടറി ഒന്നും തുറക്കാൻ പാടില്ല എന്ന് ഗൈസ്. മറ്റേ മലപ്രദേശത്തുള്ള ഫാക്ടറീസ് ഒന്നും തുറക്കാൻ പാടില്ല എന്ന് ഓർഡർ വന്നിട്ട് കേട്ടോ. പക്ഷേ ഇതെന്താ ഇവിടെ ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ വണ്ടിയൊക്കെ എടുക്കണ്ടല്ലോ. സത്യം പറഞ്ഞല്ലേ, നമുക്കൊന്ന് വണ്ടി തിരിച്ചു വയ്ക്കാം. അതാകുമ്പോൾ എങ്ങാനും കുഴപ്പമൊന്നും ഓടി ഒന്ന് വണ്ടി എടുത്ത് പോവാം. ശരിക്കും ഇതില്ല, മെഷീൻ്റെ ഒക്കെ സൗണ്ട്, എൻ്റെ ഇവിടെ നിന്ന് കറങ്ങണ സൗണ്ടൊക്കെ. എൻ്റെ അമ്മോ, ഇവിടെ ശരിക്കും ഇങ്ങനെ തുറന്നിടാൻ പാടില്ല ഗൈസ്. ഇത് ശരിക്കും ഇല്ലീഗലായിട്ട് അവർ പ്രവർത്തിക്കണേ. നോക്ക്, വണ്ടികൾ ഇട്ടിട്ടൊന്ന് ഇറങ്ങി നോക്കട്ടെ കേട്ടാ, എന്താ നോക്കട്ടെ. കയ്യിൽ ചെറിയ തോക്ക് വെച്ചാൽ മതി കേട്ടോ ഗൈസ്. പക്ഷെ ഇതെന്ത് ഈ തോക്ക് വന്നേ നിൽക്കട്ടെ, അതൊന്ന് മാറ്റട്ടെ. ചെറിയ തോക്ക് വെച്ചാണ് നല്ലത് ഗൈസ്. ഇവിടെ മെഷീൻ്റെ ഒക്കെ സൗണ്ട്. ഇവിടെ എന്താ, അവിടെ ഡോറുണ്ട് കേട്ടോ, കയറാൻ പറ്റുമോ? കയറാൻ പറ്റും നോക്കട്ടെ കേട്ടോ. പക്ഷെ അത് കയറാൻ പറ്റില്ല, നമുക്ക് തിരിച്ചിറങ്ങാം. പക്ഷെ എന്നാലും ഇത് തെറ്റാണ് ഗൈസ്. ഇത് ശരിക്കും ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പാടില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ പ്രസിഡൻറ്റിൻ്റെ കാർ മോഷ്ടിച്ചാണേലും, പക്ഷെ ഇങ്ങനൊരു ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ശരിയല്ല. നമുക്ക് ഇത് അവിടെ എന്തോ വഴി കാണുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് ഇപ്പം ഇങ്ങനെ ഈ വഴിയാന്ന് തോന്നുന്നു. ഇത് അവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഗൈസ്. ആ മെഷീൻ്റെ ഒക്കെ സൗണ്ട് കൂടി വരുന്നു. ഇവിടെ എന്താ ഇത് എന്തിൻ്റെ വുഡിൻ്റെ ഫാക്ടറി തോന്നുന്നു കേട്ടോ. മരത്തിൻ്റെ പൊടിയൊക്കെ കിടക്കുന്നുണ്ട് അവിടെ. നമ്മൾ വരുന്ന വഴിക്ക് ആ റോഡിൻ്റെ അവിടെയായിട്ട് മരം കെട്ടി വെച്ച കണ്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു ഗൈസ്. അത് ഇവിടെ ഇത് മെറ്റല മരപ്പൊടി അത് ഗൈസ്. എന്തൊക്കെ സൗണ്ടൊക്കെ കണ്ടിട്ട് ഗൈസ്. നമുക്കേ മരമൊക്കെ ഇവിടെ വെച്ചേക്കണു. ഇവിടെ ആരും ഇല്ല കേട്ടോ, നമുക്ക് ഇവിടെ നിന്ന് പോവാത്ത അതാണ് നല്ലത്. ഈ ഫാക്ടറി ശരിക്കും രാത്രിയിൽ പ്രവർത്തിക്കാൻ ശരിക്കും ലൈസൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം കേട്ടോ. പക്ഷെ ഇങ്ങനെ പ്രവർത്തിക്കണത്? മരത്തിൻ്റെ ഫാക്ടറിയൊക്കെ രാത്രിയിൽ പ്രവർത്തിക്കണം. ഇവിടെ ക്രെയിനൊക്കെ, ഇവിടെ നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഏതോ കാറൊക്കെ കിടക്കണേ. നമുക്ക് ഇവിടുത്തെ ലൈറ്റ് പൊട്ടിക്കിടുക. എന്തായാലും ഇതുവരെ ഒന്നല്ലേ പൊട്ടിച്ചോ? അയ്യോ പൊട്ടിയില്ല. എന്താ പൊട്ടിയവിടെ? പക്ഷേ ഈ ലൈറ്റ് പൊട്ടിക്കണമായിരിക്കും ഇവരുടെ ഫാക്ടറിക്ക് നല്ലത്. ഇനി ഇവർ ഈ ലൈറ്റ് വെച്ച് വർക്ക് ചെയ്യണ്ട. ഇത് പൊട്ടില്ല, ഇത് പൊട്ടണ്ടാട്ടെ, പൊട്ടില്ലാവുന്നു. നമുക്ക് ഈ ലൈറ്റ് പൊട്ടിക്കാൻ എന്നാലേ നമ്മുടെ മോന്തക്ക് ഇട്ടാരെയും പൊട്ടിക്കും. പുറകിൽ ലൈറ്റൊക്കെ ഉണ്ടാവും. നമുക്കെന്നാലും അകത്തേക്ക് കയറാട്ടാ. അതേ ഡോറില്ല കേട്ടോ. ഡോറുണ്ട്, പക്ഷെ അങ്ങനെയല്ല കയറുക.
ഇത് ഗെയിമിൻ്റെ ഒരു ഇതാണ് സീനാക്കേണ്ടത്. വണ്ടിയുടെ മേലിലൊക്കെ ലൈറ്റാണ്. മേലല്ല സൈഡിലാണ്. എൻ്റെ വണ്ടി തിരിച്ചെടുക്കണം കേട്ടോ. അവിടെ പോയാലേ തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പുറത്ത് കൊക്കയാണ്. ഇവിടെ ആകുമ്പോൾ തിരിക്കാൻ ഈസിയാണ്. ഇതാകുമ്പോൾ നൈസായിട്ട് തിരിച്ചെടുക്കുക. ഓ പക്ക തിരിഞ്ഞോ. ഓക്കെ സെറ്റ്. ഇങ്ങനെ ഡയറക്റ്റ് ഒന്ന് തിരിക്കാനൊരു ഇതുണ്ട്. ഇവർക്ക് എന്നാലും ആരാണ് ഇങ്ങനത്തെ ഒരു ലൈസൻസ് കൊടുത്തത്? രാത്രി സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റല്, പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ ഈ 3 സ്ഥലങ്ങളാണ് ശരിക്കും തുറന്നിടാൻ പാടുള്ളൂ. രാത്രിയിൽ ഇങ്ങനത്തെ പരിപാടിയൊന്നും പാടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇല്ലീഗലാണല്ലോ. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് എന്തായാലും തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകട്ടെ. നമ്മുടെ ഓഫ് റോഡ് എന്തിപ്പുണ്ട് ഇവനുള്ള പണി കൊടുക്കാട്ടെ. ഇവന് അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. എനിക്ക് കൊമ്പൻ ബസ്സിനെ ഞാൻ മറിച്ചിടണില്ല വയസ്സ്. അങ്ങനെയുള്ള പണി കൊടുക്കാട്ടെ വയസ്സ്. നമുക്ക് നമ്മുടെ ഓഫ് റോഡ് ട്രിപ്പ് എന്തായാലും കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോണ വഴിയിലാണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പണിയായിരുന്നു. മര്യാദയ്ക്ക് നമ്മൾ തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത്ര ആർത്തി പിടിക്കണം. ഇല്ല തിരിഞ്ഞിറക്കണ എന്താണ് ഇരുമ്പും കാട്ടത്? ഇല്ല ഞാനവിടെ കടന്നിട്ട് കേട്ടോ. ഇല്ല ഞാൻ പാർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ നമ്മുടെ ഓഫ് റോഡ് ട്രിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകട്ടെ. നമ്മുടെ വീട് എവിടെ? നമ്മൾ ഇത്ര ദൂരം വന്നോ വീടിന്ന്? വീടാണ് കേട്ടോ ഇവിടെ. ഓക്കെ ചോപ്പിൻ്റെ കാട്ടാണ്. നമുക്ക് എന്തെങ്കിലും ഇവിടുന്ന് അത്ര ദൂരമൊന്നും ഇല്ല. നമുക്ക് വേഗം ചെല്ലാട്ടോ ഗൈസ്. നമ്മുടെ ബസ്സിൻ്റെ സ്പീഡ് 200 പോകും കേട്ടോ. ഏകദേശം സ്പീഡ് നോക്കുക ഗൈസ്. ഓക്കെ നമ്മളങ്ങനെ ഓടിച്ചിട്ട് നിറയെ ദൂരം ട്രാവൽ ഇപ്പോൾ രാവിലെ ആറേണ്ടാ. നമ്മൾ ഇന്നലെ രാവിലെ തുടങ്ങിയതാണ്. വണ്ടി ഓടിച്ചതിൻ്റെ ക്ഷീണം ഗൈസ്. നമ്മൾ നിറയെ നേരമായിട്ട് ഗൈസ് നമ്മൾ ഓടിക്കാൻ തുടങ്ങിയിട്ട്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട് എത്ര നമ്മൾ ചായ കുടിക്കാൻ അറിയാം കേട്ടോ. രാവിലെ മോർണിംഗ് ടീ കുടിക്കാൻ അറിയാതെ പാട്ടൊന്നും ഓഫ് ചെയ്യട്ടെ കേട്ടോ. രാവിലെ ആകുമ്പോഴേ മറ്റേ ആകാശവാണിയുടെ റേഡിയോ എന്ന് വരും. അതാ നമ്മുടെ വീടെന്തായാലും എത്താറുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ രാവിലെ നമ്മൾ ഷോറൂമിൽ പോയിട്ട് വണ്ടി പിക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ ട്രയൽ നോക്കിയിട്ട് അത് കഴിഞ്ഞ് വീണ്ടും മല കറങ്ങിയിട്ട് രാത്രിയിൽ മുഴുവൻ നമ്മൾ കറങ്ങി നമുക്ക് ആകെ വയ്യാണ്ടായിട്ടുണ്ട് ടൈസ്. ആകെ ക്ഷീണമുണ്ട്. എന്തായാലും ഇന്ന് പോയി സുഖമായി കിടന്ന് ഉറങ്ങണം ഗൈസ്. ഇവിടുത്തെ ആൾക്കാർക്കൊന്നും വണ്ടി ഓടിക്കാറുണ്ടാണ് ഗൈസ്. ഇവിടെ നടുവിലൂടെ ഓടിക്കുക. ഓക്കെ നമ്മുടെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അയ്യോ സോറി കേട്ടോ. എനിക്ക് ഈ വീട് നമ്മുടെ വീടും ഭയങ്കരമായിട്ട് തെറ്റിപ്പോട്ടെ. നമ്മൾ സെയിം ചുമരത്. ഞാൻ വിചാരിച്ചു ഇതാരുടെ കാറിന്ന്. നമുക്ക് വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്യാൻ പറ്റുമോ? ഒറ്റ സെക്കൻഡ്. വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അയ്യോ തിരി നോക്കട്ടെ. ഷട്ടറൊക്കെ നോക്കുക കടക്കുമോ? അവിടെ ഇടിക്കില്ലേ? ഇടിക്കും. ടയേർഡായിട്ട് തലയൊക്കെ ഇറങ്ങണം. ചായ കുടിച്ചപ്പോൾ കുറച്ച് സമാധാനമായി. ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ കാർ എടുത്തിട്ട് ചേച്ചിമാർ വണ്ടി ഓടിക്കാറിയാണ്ട്ടെ വണ്ടി മുട്ട് ഇടിച്ചുകൊണ്ട് നിൽക്കുക. അത് ഓരോ വണ്ടി ഓടിക്കാറിയാത്തമ്മമാരാണ് ഗൈസ്. നമ്മൾ ഓടിച്ച നമുക്കൊന്നിൻ്റെ വണ്ടി ഇവിടെ ഇടാം കേട്ടോ. വണ്ടി ഇവിടെ കിടക്കട്ടെ. ഇവിടെ കിടന്ന് ആരും അറിയില്ല ഗൈസ്. ആരും അറിയില്ല, ആരും എടുത്തോണ്ടുമില്ല. ഓക്കെ നമുക്കെന്തെങ്കിലും വണ്ടി വരണോ നോക്കട്ടെ കേട്ടോ. ഇനി ഇടികൊണ്ട് നമ്മൾ ചാവാതെ. നമുക്ക് നമ്മുടെ കൊമ്പൻ ബസ്സിൻ്റെ അകത്ത് കയറാട്ടെ ഗൈസ്. അവിടെ എല്ലായിടത്തും മാറ്റേണ്ടി വരും. ബൈക്ക് എടുത്ത് മാറ്റാൻ വിട്ടു കേട്ടോ. സോല്ലേ ബൈക്ക് നമുക്ക് ഒതുക്കാൻ പറ്റും. ഒറ്റ ഇടി കൊടുത്താൽ മതി. ബൈക്ക് അവിടെ പോയി കിടന്നോളൂ ഗൈസ്. നമുക്ക് ആദ്യം ഫ്രണ്ട് എടുത്തിട്ട് ഒരു ഹൊറിസോണ്ടലായിട്ട് വയ്ക്കുക. അതല്ല അല്ലെങ്കിൽ ഇത് ഡിസ്റ്റർബൻസ് ആയാലും ഇവർ പുറകിൽ വരുന്ന വണ്ടിക്കാർ ഈ വണ്ടി ഇടിച്ചിടിച്ച് ലോസ് ആൻഡോസ് മേസ് ബാങ്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടാവും. അതാണ് ഗൈസ്. നമ്മൾ എന്തായാലും ഇങ്ങനെ കിടക്കട്ടെ കേട്ടോ. വണ്ടി കുറച്ചൊന്ന് മുന്നിലേക്ക് നിർത്തിയിടാം. ഇല്ലേ വാതിൽ തുറന്നാലേ പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. ഓക്കെ ഒന്ന്
ഇപ്പോൾ ഓക്കെ ഉണ്ട് ഗൈസ്. സെറ്റല്ല. നമ്മുടെ ബൈക്ക് അവിടെ കിടക്കട്ടെ ഗൈസ്. ബൈക്ക് പോയാൽ നമുക്ക് ഒരെണ്ണം മേടിക്കാം ഗൈസ്. ഓക്കെ, ഇതിപ്പോൾ എന്തായാലും ഇപ്പം ഇങ്ങനെ കിടക്കട്ടെ കേട്ടോ. നമുക്ക് കിടക്കാൻ പറ്റില്ല പുറത്തേക്ക്. ഗൈസ് ചാടി കിടക്കാം, അതാണ് കേട്ടോ നല്ലത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രത്തോളം. നിങ്ങൾ വീഡിയോ ഇഷ്ടത്തോടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.